ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വർഗീകരണം എന്ന ചാപ്റ്ററാണ്. ന്യൂ SCERT സ്റ്റാൻഡേർഡ് 9ലെ വർഗീകരണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള, അതായത് ഇന്നലെ നമ്മൾ 8th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERTയിലെ തരംതിരിക്കുന്നത് എന്തിന് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിരുന്നു. അതിൽ നിന്ന് കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ആ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചും അതുപോലെ തന്നെ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും, അതായത് കിങ്ഡം ആനിമേലിയ, കിങ്ഡം പ്ലാന്റ്, അപ്പോൾ അതിൻ്റെയൊക്കെ സബ് ഡിവിഷൻസ്, പിന്നെ ജീവികളുടെ പരിണാമ വൃക്ഷം. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. കണ്ടോ, ഇത്രയും കാര്യങ്ങളാണ്. DNA ബാർകോഡിങ്, പുതുതായി കണ്ടെത്തുന്ന ജീവികളുടെ വർഗീകരണം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ സംശയത്തോട് കൂടിയിട്ടാണ്. ആർക്കി ബാക്ടീരിയ കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുത്താനാകുമോ? ഇതിനുള്ള ആൻസർ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത്. നോക്കാം. ആർക്കി ബാക്ടീരിയ എന്ന ബാക്ടീരിയകളിൽ എന്താണ് കോശഭിത്തി, കോശസ്തരം എന്നിവയിലും പ്രോട്ടീൻ നിർമ്മാണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് മൊണീറ എന്ന കിങ്ഡത്തിലായിരുന്നു ആദ്യം ഈ ആർക്കി ബാക്ടീരിയയെ ഉൾപ്പെടുത്തിയിരുന്നത് അല്ലേ. അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ. പിന്നീട് ഈ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് മറ്റുള്ള ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് കണ്ടെത്തി. കോശഘടനയിലും ധർമ്മങ്ങളിലുമെല്ലാം മറ്റ് ബാക്ടീരിയകളിൽ നിന്ന് ഈ ആർക്കി ബാക്ടീരിയ ഡിഫറെൻ്റ് ആണ് എന്ന് കണ്ടെത്തി. അതായത് കോശഭിത്തി, കോശസ്തരം, പ്രോട്ടീൻ നിർമ്മാണം എന്നിവയിലെല്ലാം ഈ ആർക്കി ബാക്ടീരിയ മറ്റ് ബാക്ടീരിയകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള പ്രത്യേക കഴിവും ഈ ആർക്കി ബാക്ടീരിയയ്ക്ക് ഉണ്ട്. അങ്ങനെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ മൊണീറ എന്ന കിങ്ഡത്തെ വിഭജിച്ച് ആർക്കിയ, ബാക്ടീരിയ എന്നീ 2 കിങ്ഡങ്ങളാക്കി പിന്നീട് കാൾ വൗസ് മാറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം നമുക്ക്. 3 ഡൊമൈൻ വർഗീകരണം. കാൾ വൗസിന്റെ 3 ഡൊമൈൻ വർഗീകരണമാണ് കേട്ടോ. 3 ഡൊമൈൻ വർഗീകരണം. കാൾ വൗസ് എന്ന ശാസ്ത്രജ്ഞൻ കിങ്ഡം മൊണീറയിൽ ഉൾപ്പെട്ടിരുന്ന ജീവികളെ കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചു. ശാസ്ത്രീയ പരീക്ഷണത്തിലൂടെ മൊണീറയിൽ ഉൾപ്പെട്ട ചില സൂക്ഷ്മജീവികൾ ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവയുടെ ഘടനയിലെ വ്യത്യാസങ്ങളും ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങളെ അതിജീവിക്കുവാനുള്ള വ്യത്യസ്ത അനുകൂലനങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചു. ഇത്തരം ജീവികളിലെ ജനിതക വസ്തുക്കൾ ബാക്ടീരിയയുടെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കിങ്ഡം മൊണീറയെ 2ആയി വിഭജിച്ചു. എങ്ങനെ? കിങ്ഡം മൊണീറയെ കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ എന്ന 2 കിങ്ഡങ്ങളാക്കുകയും കിങ്ഡത്തിന് മുകളിലായിട്ട് ഡൊമൈൻ എന്ന വർഗീകരണ തലം കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു. 6 കിങ്ഡങ്ങളിലും ഉൾപ്പെടുന്ന ബാക്ടീരിയകളെ 3 ഡൊമൈനുകളാക്കി ക്രമീകരിച്ചു. ഓക്കെ, 6 കിങ്ഡത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 3 ഡൊമൈനുകളിൽ ഈ 6 കിങ്ഡത്തെയും ഉൾപ്പെടുത്തി. അപ്പൊ ഏതൊക്കെയാണ് 3 ഡൊമൈനുകൾ? ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ യൂക്കാരിയ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. നോക്കിക്കോളൂ. കിങ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കോഡ് ഉപയോഗിച്ച് പഠിച്ചിരുന്നു. ഇത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബാക്ടീരിയ, ഈ മൊണീറയെ 2ആയി ഡിവൈഡ് ചെയ്തു അല്ലെ. ഇവിടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഈ ബാക്ടീരിയയും ആർക്കിയയ്ക്കും പകരം ഇവിടെ കിങ്ഡം മൊണീറയാണ്. അപ്പൊ 6 കിങ്ഡത്തിലേക്ക് വന്നപ്പോൾ ഇതെന്തായി? ഈ മൊണീറയെ ഡിവൈഡ് ചെയ്തിട്ട് ബാക്ടീരിയ എന്നും ആർക്കിയ എന്നും ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ ബാക്ടീരിയ, ആർക്കിയ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ആദ്യത്തെ ഈ 2 മാത്രമാണ് മാറിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയും കിങ്ഡംസ് ആണുള്ളത്. അപ്പൊ ഇത്രയും കിങ്ഡംസിനെ 3 ഡൊമൈനുകളിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? കണ്ടോ, ബാക്ടീരിയ എന്താണ്? ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ യൂക്കാരിയ. മനസ്സിലായല്ലോ. അപ്പൊ 3 ഡൊമൈനുകൾ നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ കിങ്ഡങ്ങൾ തന്നിരിക്കുകയാണ്. അതിൽ ബാക്ടീരിയ, ആർക്കിയ, അനിമേലിയ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫഞ്ചൈ എന്നിങ്ങനെ തന്നിരിക്കുന്നു. ഇനി അതിന്റെ സവിശേഷതകളാണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കിങ്ഡം മൊണീറയെ ആർക്കിയ എന്നും ബാക്ടീരിയ എന്നും 2 കിങ്ഡങ്ങളായിട്ട് വിഭജിച്ചു. ആര്? കാൾ വൗസ് വിഭജിച്ചു. അതിനുള്ള കാരണം എന്തായിരുന്നു? ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ഇനം ബാക്ടീരിയ ഘടനാപരമായിട്ട് എന്തുണ്ട്? കോശഭിത്തി, കോശസ്തരം എന്നിവയിലും അതുപോലെ ജനിതകപരമായിട്ട് പ്രോട്ടീൻ നിർമ്മാണത്തിലും
തരത്തിലും ഒക്കെ വ്യത്യസ്തമാണ്. അതിജീവനത്തിനുള്ള ശേഷിയും ഈ ബാക്ടീരിയയ്ക്ക് കൂടുതലാണെന്നൊക്കെ മനസ്സിലാക്കി അല്ലേ. അങ്ങനെയാണ് കിങ്ഡം മൊണീറയെ 2 കിങ്ഡങ്ങളായിട്ട് പിന്നീട് മാറ്റിയത്. ഏതൊക്കെയാണ്? കിങ്ഡം ബാക്ടീരിയ എന്നും കിങ്ഡം ആർക്കിയ എന്നും. ക്ലിയർ ആയല്ലോ. അപ്പോൾ റോബർട്ട് എച്ച് വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കാൾ വൗസ് 3 ഡൊമൈനുകളിലാക്കിയിട്ട് 6 കിങ്ഡത്തെയും 3 ഡൊമൈനുകളിലാക്കി ഡിവൈഡ് ചെയ്തു. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കിനി അതിനെ എങ്ങനെ പറയാം? കിങ്ഡം എന്ന വർഗീകരണ തലത്തിന് മുകളിലായിട്ട് ഡൊമൈൻ എന്ന ഈ തലം കൂടി കാൾ വൗസ് കൊണ്ടുവന്നു. അപ്പൊ എങ്ങനെയായി മാറി? ഡൊമൈൻ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നും കൂടി വന്നു അല്ലെ. അതായത് നമ്മൾ ഇന്നലെ ഒരു കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കോഡ്? KFC ഓഫ് GS എന്ന് പഠിച്ചു. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പൊ ഇത് കൂടാതെ ഇതിന്റെ മുകളിൽ എന്തും കൂടി വന്നു? ഒരു ഡൊമൈൻ എന്ന പേരും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ ഡൊമൈൻ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്ന രീതിയിലേക്ക് വന്നു. ക്ലിയർ ആയല്ലോ. കിങ്ഡം എന്ന വർഗീകരണ തലത്തിന് മുകളിലായി ഡൊമൈൻ എന്ന തലം കൊണ്ടുവന്നത് കാൾ വൗസ് ആണ്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഈ രീതിയിലായിട്ട് മാറി. നമ്മൾ പഠിച്ച ആ ഒരു കോഡ് ഈ രീതിയിലേക്ക് നിങ്ങൾ മാറ്റി. ഇനിയും 6th കിങ്ഡം ആവുമ്പോൾ ഈ രീതിയിൽ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഡൊമൈൻ കൂടി അതിന്റെ മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ 6 കിങ്ഡംസും തന്നിട്ടുണ്ട്. അതിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും ആദ്യം കിങ്ഡം ബാക്ടീരിയ. കിങ്ഡം ബാക്ടീരിയ എന്ന് പറയുമ്പോൾ പ്രോകാരിയോട്ട് ആണ് അതിൽ വരുന്നത്. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് ഇല്ലാത്തതാണ് അല്ലെ. പ്രോകാരിയോട്ട് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ഇല്ലാത്തതാണ്. കിങ്ഡം ബാക്ടീരിയയിൽ എന്താണ് വരുന്നത്? പ്രോകാരിയോട്ടുകളാണ്. അതുപോലെ തന്നെ കിങ്ഡം ആർക്കിയയിലും എന്ത് തന്നെയാണ് വരുന്നത്? പ്രോകാരിയോട്ട് ആണ് വരുന്നത്. മനസ്സിലാക്കി വെക്കുക. കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ, ഇതിൽ രണ്ടിലും എന്താ വരിക? പ്രോകാരിയോട്ട് ആണ് വരുന്നത്. ഇനി ഇതേ പോയിന്റ് വരുന്നത് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാവേ. ബാക്കിയുള്ള പ്ലാന്റ്, അനിമേലിയ എന്നൊക്കെ പറയുമ്പോൾ അല്ലെ യൂകാരിയോട്ട്, കിങ്ഡം യൂകാരിയോട്ട് എന്ന് പറയുമ്പോൾ അതിലേതാ വരിക? അതിൽ വരുന്നത് യൂകാരിയോട്ടുകളാണ്. അത് ന്യൂക്ലിയസോട് കൂടിയിട്ടുള്ള ജീവികളാണ് യൂകാരിയോട്ടിൽ വരുന്നത്. പ്രോകാരിയോട്ട് എന്ന് പറയുമ്പം കിങ്ഡം ബാക്ടീരിയയും കിങ്ഡം ആർക്കിയുമാണ് വരുന്നത്. അപ്പൊ ഈ പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, അനിമേലിയ, ഈ 4 എണ്ണം ഉണ്ടല്ലോ. പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, അനിമേലിയ, പ്ലാന്റ്, ഇത് 4 ഏതിലാണ് വരുന്നത്? ഡൊമൈൻ യൂകാരിയോട്ടിലാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇവിടെ എല്ലാം എന്തായിരിക്കും വരിക? യൂകാരിയോട്ടുകളായിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് എഴുതി പോകാം. ഇത് യൂകാരിയോട്ട് ആയിരിക്കും അല്ലെ. യൂകാരിയോട്ട്. ബാക്കി നിങ്ങൾ എഴുതുക കേട്ടോ. അതുപോലെ തന്നെ കിങ്ഡം പ്രോട്ടിസ്റ്റ ആണെങ്കിലും എന്താണ്? യൂകാരിയോട്ടാണ്. പിന്നെ കിങ്ഡം ഫഞ്ചയും യൂകാരിയോട്ട്. പിന്നെ വരുന്നത് കിങ്ഡം പ്ലാന്റയും യൂകാരിയോട്ടാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എല്ലാത്തിന്റെയും കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഏതാണ്? ബാക്ടീരിയയും ആർക്കിയും മാത്രം പ്രോകാരിയോട്ട്, ബാക്കി അനിമേലിയ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫഞ്ചൈ ഇതെല്ലാം എന്തിൽ വരും? യൂകാരിയോട്ടിലും വരും. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ അടങ്ങിയിരിക്കുന്നു. ബാക്ടീരിയയുടെ കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ അടങ്ങിയിരിക്കുന്നു. പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറയുമ്പോൾ ബാക്ടീരിയയുടെ കോശഭിത്തിയിൽ കാണുന്ന ഒരു പ്രത്യേക കമ്പോണന്റ് ആണ്. അത് ഗ്ലൂക്കോസും അമിനോ ആസിഡും ഒക്കെ ആയി അതിന്റെ ഒരു ഗ്ലൂക്കോസും അമിനോ ആസിഡും കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറയുന്നത്. അപ്പൊ കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ ഉള്ള പ്രോകാരിയോട്ടുകളാണ് എന്ത്? കിങ്ഡം ബാക്ടീരിയയിൽ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർക്കിയയിൽ വരുന്നതോ? കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ ഇല്ലാത്ത പ്രോകാരിയോട്ടുകളാണ് ആർക്കിയയിൽ വരുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ പ്രോകാരിയോട്ടാണ്. എങ്ങനെയുള്ള പ്രോകാരിയോട്ടാണ്? കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ അടങ്ങിയിട്ടുള്ള പ്രോകാരിയോട്ടുകളാണ്. ഇനി ആർക്കിയ എന്ന് പറയുമ്പോഴോ അതും പ്രോകാരിയോട്ടാണ്. കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ ഇല്ലാത്ത പ്രോകാരിയോട്ടാണ് ആർക്കിയ. ഇനി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അത് എവിടെയൊക്കെ കാണും? മണ്ണ്, ജലം, മറ്റ് ജീവികൾ തുടങ്ങി എല്ലായിടത്തും കാണപ്പെടും ബാക്ടീരിയ. ആർക്കിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതിന് കുറച്ച് പെക്യൂലിയാരിറ്റീസ് ഉണ്ട്. എന്താണ് കാലാവസ്ഥയും അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഇതാണ് പ്രത്യേക തരം ബാക്ടീരിയകളാണ് ആർക്കിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ചൂട് നീരുറവകളിൽ, അതായത് ചൂട് കൂടിയ സ്ഥലങ്ങളിൽ കാണുന്ന ഈ ബാക്ടീരിയയാണ് തെർമോകോക്കസ്. തെർമോ എന്ന് പറയുമ്പോൾ എന്താണ്? ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടാണ്. ചൂട് നീരുറവകളിൽ കാണാം. അതുപോലെ ലവണങ്ങൾ, സാൾട്ട് കൂടുതലുള്ള പ്രദേശങ്ങളിൽ, അപ്പൊ ഈ ലവണങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ കാണുന്ന ഈ തരത്തിലുള്ള ബാക്ടീരിയകളെയാണ് എന്ത് പറയുന്നത്? ഹാലോ ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ ചൂട് നീരുറവകൾ, ലവണങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ തുടങ്ങി അസാധാരണ മേഖലയിലാണ് ആർക്കിയയെ കാണുന്നത്.
കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് കുറച്ച് ബാക്ടീരിയയിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്, കാൾ വൗസ് അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, ബാക്ടീരിയയിൽ നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്? കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ ഇല്ല, ചൂട് നീരുറവകൾ, ലവണങ്ങൾ എന്നിങ്ങനെയുള്ള അസ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള മേഖലകളിലൊക്കെ ആരെ കാണാനായിട്ട് പറ്റും? ആർക്കിയെ കാണാനായിട്ട് പറ്റും. എക്സാമ്പിൾ ആണ് തെർമോകോക്കസ്, ഹാലോ ബാക്ടീരിയം. ഓർത്തു വെച്ചേക്കണേ. ഇനി അടുത്തത് കിങ്ഡം അനിമേലിയ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫഞ്ചി, അതായത് ഡൊമൈൻ യൂകാരിയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അനിമേലിയയെ കുറിച്ച് നമുക്ക് നോക്കാം. അനിമേലിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ബഹുകോശ ജീവികളാണ് അല്ലെ? ബഹുകോശ ജീവികളാണ്. അതുപോലെ സഞ്ചാരശേഷി ഉള്ളവയാണ്. പിന്നെന്താണ്? അതുപോലെ തന്നെ അത് പരപോഷികളാണല്ലോ, പരപോഷികളായിട്ടുള്ള എന്താണ്? ബഹുകോശ ജീവികളാണ്, സഞ്ചാരശേഷി ഉണ്ട്. അപ്പൊ കിങ്ഡം അനിമേലിയ നമുക്കൊന്ന് കൺസോൾഡേറ്റ് ചെയ്ത് പറഞ്ഞാൽ എങ്ങനെ പറയാം? യൂകാരിയോട്ട് ആണ്, ബഹുകോശ ജീവികളായിട്ടുള്ള സഞ്ചാരശേഷിയുള്ള പരപോഷി യൂകാരിയോട്ടുകളാണ് കിങ്ഡം അനിമേലിയ. നമുക്കറിയുന്ന കാര്യമാണ് അതല്ലേ. നമ്മൾ മനുഷ്യര്, പൂച്ച, പാമ്പ്, കോഴി, പട്ടി ഇതെല്ലാം എന്താണ്? കിങ്ഡം അനിമേലിയയിൽ വരുന്നതാണ്. എല്ലാ ജന്തുക്കളും അനിമേലിയയിൽ ഉൾപ്പെടും. ബഹുകോശ ജീവികളായിട്ടുള്ള സഞ്ചാരശേഷിയുള്ള പരപോഷിയായ യൂകാരിയോട്ടുകളാണ് അനിമേലിയ, കിങ്ഡം അനിമേലിയയിൽ വരുന്നത്. ഇനി അടുത്ത നമുക്ക് കിങ്ഡം പ്ലാന്റ് നോക്കാം. കിങ്ഡം പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂകാരിയോട്ട് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ? യൂകാരിയോട്ട് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ബഹുകോശ ജീവികളാണ്, പക്ഷെ എന്തില്ല? സഞ്ചാരശേഷിയില്ല. മാത്രമല്ല സ്വപോഷികളാണ്, യൂകാരിയോട്ടുകളാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബഹുകോശ ജീവികളാണ് നമുക്കറിയാം, സഞ്ചാരശേഷി ഇല്ലാത്തവയാണ്, സ്വപോഷികളായിട്ടുള്ള യൂകാരിയോട്ടുകളാണ് കിങ്ഡം പ്ലാന്റ്. നമുക്കറിയാലോ, തെങ്ങ്, മാവ്, പ്ലാവ്, കവുങ്ങ് ഇതെല്ലാം എന്താണ്? പ്ലാന്റ് ആണ്. എല്ലാ സസ്യങ്ങളും ഏതിൽ വരുന്നുണ്ട്? പ്ലാന്റയിൽ വരുന്നുണ്ട്. ഇനി ഇതയുടെ പ്രോട്ടിസ്റ്റയും ഫഞ്ചിയും ഉണ്ട്, ഒന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റ നോക്കാം. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ? യൂകാരിയോട്ടുകളാണ്, പക്ഷേ ഏകകോശ ജീവികളാണ്. പ്രോട്ടിസ്റ്റയിൽ ഏകകോശ ജീവികളായിട്ടുള്ള യൂകാരിയോട്ടുകളാണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. ഇതിൽ പ്രോട്ടിസ്റ്റയിൽ വരുന്ന മിക്ക ജീവികളും എന്താണ്? പരപോഷികളാണ്. ഓക്കെ, അതായത് അമീബ, നമ്മുടെ അമീബ, പിന്നെ യൂഗ്ലീന, പാരമീസിയം ചെരുപ്പിന്റെ ആകൃതിയിൽ നമ്മൾ പരിചയപ്പെട്ടില്ലേ? ഓക്കെ, അപ്പൊ അമീബ, യൂഗ്ലീന, പാരമീസിയം ഇതൊക്കെ പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ്. ഏകകോശ ജീവികളായിട്ടുള്ള യൂകാരിയോട്ടുകളാണ് പ്രോട്ടിസ്റ്റയിൽ വരുന്നത്. ഇവ മിക്കതും പരപോഷികളാണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചത് അമീബ, യൂഗ്ലീന, പാരമീസിയം എന്നിവ. ക്ലിയർ. ഇനി നമുക്ക് കിങ്ഡം ഫഞ്ചി നോക്കാം. കിങ്ഡം ഫഞ്ചി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ബ്രെഡിലൊക്കെ ഉണ്ടാവുന്ന പൂപ്പലൊക്കെ ഏതിൽ വരും? നമ്മുടെ ഈ ഫഞ്ചൈ എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ വരും അല്ലെ? കിങ്ഡം ഫഞ്ചയിൽ വരും. അപ്പൊ കിങ്ഡം ഫഞ്ചിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇവിടെയും എന്ത് തന്നെയാണ്? ഏകകോശ ജീവികളുമാണ്, ചിലത് ബഹുകോശ ജീവികളുമാണ്. ഫംഗസ് എന്ന് പറയുമ്പോൾ അപ്പൊ കൂണൊക്കെ എന്താണ്? ബഹുകോശമാണ് അല്ലെ? അപ്പോ ഏകകോശ ജീവികളും വരും, അതുപോലെ ബഹുകോശ ജീവികളും ഏതിൽ വരും? ഈ കിങ്ഡം ഫഞ്ചയിൽ വരും. സഞ്ചാരശേഷി ഇല്ലാത്ത ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും കിങ്ഡം ഫഞ്ചയിൽ വരും. പിന്നെ ഇതെന്താണ്? പരപോഷിയാണ്. ഓക്കെ, അപ്പൊ കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുമ്പോൾ ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഉൾപ്പെടുന്നു. പിന്നെന്താണ്? യൂകാരിയോട്ടുകളാണ്, സഞ്ചാരശേഷി ഇല്ലാത്ത പരപോഷിയായിട്ടുള്ള യൂകാരിയോട്ടുകളാണ്. എക്സാമ്പിൾ നമുക്കറിയാലോ, ഈസ്റ്റ്, പിന്നെ കൂണുകൾ, ഇതൊക്കെ ഏതിൽ വരും? ഫഞ്ചയിൽ വരും. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ഈസി അല്ലേ? ജന്തുക്കളുടെ വർഗീകരണത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ജന്തുക്കളുടെ വർഗീകരണം: ശരീരഘടന, ശരീര അറ, ബീജപാളികൾ, ശരീര സമമിതി, ബോഡി സിമട്രി എന്നിവയെ അടിസ്ഥാനമാക്കി ജന്തുക്കളെ വിവിധ ഫൈലങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി വിവിധ ഫൈലങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ചില ജന്തുക്കളുടെ വർഗീകരണ തലങ്ങളിൽ ഫൈലത്തിനും ക്ലാസിനും ഇടയിൽ സബ് ഫൈലം, ഡിവിഷൻ, സൂപ്പർ ക്ലാസ് എന്നീ ഉപവിഭാഗങ്ങൾ കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന എന്തിനെ കുറിച്ചാണ്? ജന്തുക്കളുടെ വർഗീകരണത്തെ കുറിച്ചാണ്. അപ്പൊ ജന്തുക്കളെ വിവിധ ഫൈലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചില ജന്തുക്കളെ നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫൈലത്തിനും ക്ലാസിനും ഇടയിൽ സബ് ഫൈലംസും ഡിവിഷൻസും സൂപ്പർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെടുന്ന സബ് ഫൈലംസ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ഫൈലത്തിലുള്ള ജീവികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കിങ്ഡം അനിമേലിയയിൽ വരുന്ന
ഫൈലംസ് ഏതൊക്കെ? അപ്പൊ ഏറ്റവും ആദ്യം വരുന്നത് ഫൈലം പോറിഫറ. ഫൈലം പോറിഫറ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? ശരീരത്തിൽ ആകമാനം സൂക്ഷ്മ സുഷിരങ്ങളുള്ള ജലജീവികളാണ് എന്ത്? ഫൈലം പോറിഫറയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ശരീരത്തിൽ ആകമാനം എന്തുണ്ട്? പോസ് ഉണ്ട്. എക്സാമ്പിൾ ആണ് സ്പോഞ്ചുകൾ. ചിത്രം നോക്കുക. ശരീരത്തിൽ ആകമാനം സൂക്ഷ്മ സുഷിരങ്ങളുള്ള ജലജീവികളാണ് ഫൈലം പോറിഫറയിൽ വരുന്നത്. ഇനി അടുത്തത് എന്താണ്? നിഡേറിയ. ഫൈലം നിഡേറിയ അല്ലെങ്കിൽ സീലൻഡറേറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? നിഡോബ്ലാസ്റ്റോട് കൂടിയ ടെന്റിക്കിളുള്ള ജലജീവികളാണ് ഈ ഒരു ഫൈലം നിഡേറിയയിൽ വരുന്നത്. ഓക്കെ, അതായത് ഈ നിഡോബ്ലാസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഈ ടെന്റിക്കിളിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസിനെയാണ് എന്ത് പറയുന്നത്? നിഡോബ്ലാസ്റ്റോഡ് എന്ന് പറയുന്നത്. നിഡോബ്ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ടെന്റിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ നൂല് പോലെ സ്ട്രക്ചേഴ്സ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ടെന്റിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിഡോബ്ലാസ്റ്റോട് കൂടിയിട്ടുള്ള ടെന്റിക്കിളുള്ള ജീവികളാണ് ഈ ഒരു ഫൈലം നിഡേറിയയിൽ വരുന്നത്. ഓക്കെ, ഹൈഡ്ര, ജെല്ലി ഫിഷ്, കടൽപ്പൂവ്, അതൊക്കെ ഏതിൽ വരും? നമ്മുടെ ഈ ഒരു ഫൈലം നിഡേറിയയിൽ വരും. ഓക്കെ, നിഡോബ്ലാസ്റ്റോട് കൂടിയിട്ടുള്ള ടെന്റിക്കിളുള്ള ജലജീവികളാണ് ഫൈലം നിഡേറിയ. അപ്പൊ നിഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടെന്റിക്കിളിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ചെറുതും മൃദുവായതും പരന്ന ശരീരവുമുള്ള വിരകളാണ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൽ വരുന്നത്. ഓക്കെ, പ്ലനേറിയ, നാടവിര, ഫ്ലൂക്ക്, ഇതൊക്കെ ഏതിൽ വരും? ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൽ വരുന്നത് ഏതൊക്കെയാണ്? പരന്ന ശരീരമുള്ള, ചെറുതും മൃദുവായതുമുള്ള പരന്ന ശരീരമുള്ള വിരകൾ, അതാണ് ഇതിൽ വരുന്നത്. ഈ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൽ വരുന്നത്. ഇനി അടുത്തതാണ് ഫൈലം നിമറ്റോഡ എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടോ, ഇവിടെ നീണ്ട ഉരുണ്ട ശരീരമുള്ള വിരകൾ, നീണ്ടതാണ് ഉരുണ്ട ശരീരമുള്ള വിരകൾ, അതായത് ഉരുണ്ട വിര, കൊക്കപ്പുഴു, കൃമി, അതൊക്കെ ഏതിൽ വരും? നിമറ്റോഡ. ഫൈലം നിമറ്റോഡയിൽ വരുന്നതാണ്. ഉരുണ്ട വിര, കൊക്കപ്പുഴു, കൃമി എന്നിവയൊക്കെ ഫൈലം നിമറ്റോഡയിൽ വരുന്നതാണ്. നീണ്ട ഉരുണ്ട ശരീരമുള്ള വിരകളാണ് ഏതിൽ വരിക? ഫൈലം നിമറ്റോഡ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് അനലിഡ. ഫൈലം അനലിഡ എന്താണ്? ഇവിടെ സെഗ്മെന്റ്സോട് കൂടിയ ശരീരമുള്ള ജീവികളാണ്, ഖണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികളാണ് എവിടെ വരുന്നത്? ഫൈലം അനലിഡയിൽ വരുന്നത്. അതായത് മണ്ണിര, കുളയട്ട, ഇതൊക്കെ ഫൈലം അനലിഡയിലാണ് വരുന്നത്. ഇനി അടുത്തതാണ് ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലം. ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ? ഫൈലം ആർത്രോപോഡ എന്താണ്? ചെറുഭാഗങ്ങൾ കൂടിച്ചേർന്ന കാലുകൾ, ജോയിന്റഡ് ലെഗ്സ് ഉള്ള ജീവികളാണ്. ബാഹ്യ അസ്ഥികൂടവും ഉണ്ടായിരിക്കും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എന്താണ് നമ്മൾ പറഞ്ഞ പോയിന്റ്? ഫൈലം ആർത്രോപോഡയെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ബാഹ്യ അസ്ഥികൂടമുള്ള ജീവികളാണ്. അതുപോലെ തന്നെ ചെറുഭാഗങ്ങൾ കൂടിച്ചേർന്ന കാലുകളുള്ള ജീവികൾ, ജോയിന്റഡ് ലെഗ്സ് ആണ് അവർക്ക്. അവരുടെ കാലുകളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പിക്ചറിലൊന്ന് നോക്കുക. എന്താണ്? ചെറുഭാഗങ്ങൾ കൂടിച്ചേർന്ന കാലുകളാണ്, ജോയിന്റഡ് ലെഗ്സ് ആണ് അവർക്ക്. അപ്പൊ ഞണ്ടിന്റെ ഒക്കെ കാല് കണ്ടോ? ഈ ഒരു ഷേപ്പിൽ പോയി പിന്നെ ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് അല്ലെ? കണ്ടോ? ഇങ്ങനെ ഓരോ പാട്ടുകൾ കൂടി ചേർന്നിട്ടുള്ള കാലുകളാണ് അവർക്ക്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. കണ്ടോ? ഞണ്ടിന്റെ കാലുകൾ കണ്ടോ? ജോയിന്റഡ് ലെഗ്സ് ആണ്. ഓരോ പാർട്ടാണ്. ഇവിടെ ഒരു പാർട്ട്, ഇവിടെ ഒരു പാർട്ട്, ഇവിടെ ഒരു പാർട്ട്, ഇങ്ങനെ കണ്ടോ? അപ്പോ ജോയിന്റഡ് ലെഗ്സ് ഉള്ളത് ആർക്കാണ്? ഫൈലം ആർത്രോപോഡയിലുള്ളവർക്കാണ് ജോയിന്റഡ് ലെഗ്സ് ഉള്ളത്. അതുപോലെ ബാഹ്യ അസ്ഥികൂടവും ഇവർക്കുണ്ട്. കൊഞ്ച്, പാറ്റ, ഞണ്ട് ഇതൊക്കെ എന്താണ്? ഫൈലം ആർത്രോപോഡയിൽ വരുന്നവയാണ്. ഫൈലം ആർത്രോപോഡ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഏതാണ്? അടുത്തത് ഫൈലം മൊളസ്ക. ഫൈലം മൊളസ്കയെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? മൃദുവായിട്ടുള്ള ശരീരമായിരിക്കും. ഭൂരിഭാഗം ജീവികളിലും ശരീരത്തെ പൊതിഞ്ഞ് കാൽസ്യം കാർബണേറ്റിന്റെ ഒരു കവചം ഉണ്ടായിരിക്കും. ഓക്കെ, ഭൂരിഭാഗം ജീവികളിലും കാൽസ്യം കാർബണേറ്റ് CaCO3 കാൽസ്യം കാർബണേറ്റിന്റെ ഒരു ശരീര കവചവും ഉണ്ടായിരിക്കും. മൃദുവായിട്ടുള്ള ശരീരമായിരിക്കും മൊളസ്കയ്ക്ക് ഉണ്ടാവുന്നത്. ഭൂരിഭാഗത്തിനും എന്തുണ്ട്? പുറത്തൊരു തോട് പോലെ അല്ലെ? നമ്മുടെ ഒച്ചിന്റെ ഒക്കെ തോട് കണ്ടല്ലോ, അതെന്താണ്? കാൽസ്യം കാർബണേറ്റിന്റെ ഒരു ശരീര കവചമാണ്. എക്സാമ്പിൾ ആണ് ഒച്ച്, നീരാളി, കക്ക എന്നിവയൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഫൈലം മൊളസ്ക നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത്
ഫൈലം എക്കിനോഡെർമേറ്റ. ഫൈലം എക്കിനോഡെർമേറ്റ. എന്താണ് ഇതിന്റെ പ്രത്യേകത? മുള്ളുകളുണ്ട് അല്ലെ, ശരീരത്തോട് ചേർന്ന് മുള്ളുകളുണ്ട്. മുള്ളുകളുള്ള ശരീരത്തോട് കൂടിയ സമുദ്ര ജീവികളാണ് ഏതിൽ വരുന്നത്? ഫൈലം എക്കിനോഡെർമേറ്റ. ഫൈലം എക്കിനോഡെർമേറ്റയിലെ കടൽ ചേന, നക്ഷത്ര മത്സ്യം എന്നിവ ഉൾപ്പെടുന്നു. ഫൈലം എക്കിനോഡെർമേറ്റ മുള്ളുകളുള്ള ശരീരത്തോട് കൂടിയ സമുദ്ര ജീവികളാണ്. ഇനി അടുത്ത ഭാഗത്തോട്ട് വരുമ്പോൾ പഠിക്കാനുള്ളത് ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ദണ്ഡാകൃതിയിലുള്ള നോട്ടോകോഡ് ഉള്ളവയോ നട്ടലുള്ളവയോ, ദണ്ഡാകൃതിയിലുള്ള നോട്ടോകോഡ് ഉള്ളവയോ നട്ടലുള്ളവയോ ഉൾപ്പെടുന്നതാണ് ഫൈലം കോഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഈ നോട്ടോകോഡും നട്ടലും എന്ന് പറഞ്ഞ് നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്, നോക്കാം എന്താന്ന്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഫൈലം കോഡേറ്റയിലെ ജീവികളിൽ വളർച്ചയുടെ ആദ്യഘട്ടത്തിലോ, അതായത് ഭ്രൂണഘട്ടത്തിലോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനുമോ നട്ടലിന്റെ സ്ഥാനത്ത് ദണ്ട് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് നോട്ടോകോഡ്. അതായത് കോഡേറ്റുകളിൽ ഭ്രൂണഘട്ടത്തിൽ കാണപ്പെടുന്ന തരുണാസ്ഥിക്ക് സമാനമായിട്ടുള്ള വടി പോലെ, ദണ്ട് പോലെ കാണുന്ന ഒരു ഘടനയാണ് നോട്ടോകോഡ്. ഫൈലം കോഡേറ്റയ്ക്ക് ആ പേര് വരാനുള്ള കാരണം നോട്ടോകോഡിന്റെ സാന്നിധ്യമാണ്. ഫൈലം കോഡേറ്റയിലെ 3 സബ് ഫൈലങ്ങളാണ് യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. അപ്പോൾ ഈ ഫൈലം കോഡേറ്റയ്ക്ക് 3 സബ് ഫൈലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ എന്നിവ. ഇവയിൽ വ്യത്യസ്ത തരത്തിലാണ് നോട്ടോകോഡ് കാണപ്പെടുന്നത്. സബ് ഫൈലം യൂറോകോഡേറ്റയിൽ നോട്ടോകോഡ് ലാർവ അവസ്ഥയിൽ വാൽ ഭാഗത്ത് മാത്രമായിട്ട് പരിമിതപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ കോഡേറ്റയ്ക്ക് സബ് ഡിവിഷൻസ് നമ്മൾ പറഞ്ഞു, യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ എന്ന്. ഇവയിൽ വ്യത്യസ്ത തരത്തിലാണ് നോട്ടോകോഡുകൾ കാണപ്പെടുന്നത്. സബ് ഫൈലം യൂറോകോഡേറ്റ അതിൽ നോട്ടോകോഡ് ലാർവ അവസ്ഥയിൽ വാൽ ഭാഗത്ത് മാത്രമായിട്ടാണ് കാണുന്നത്. ഇനി സബ് ഫൈലം സെഫാലോകോഡേറ്റയിൽ എങ്ങനെയാണ്? ജീവികളിൽ തല മുതൽ വാല് വരെ നോട്ടോകോഡ് ജീവിതാവസാനം വരെ കാണപ്പെടും. ഇനി വെർട്ടിബ്രേറ്റയിലേക്ക് വരുമ്പോൾ നോട്ടോകോഡ് ഭ്രൂണാവസ്ഥയിൽ മാത്രം കാണപ്പെടും. വളരുമ്പോൾ അത് നട്ടലായിട്ട് രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഒന്നുകൂടെ നമുക്ക് നോക്കാം. നോട്ടോകോഡും നട്ടലും. ഫൈലം കോഡേറ്റയിലെ ജീവികളിൽ ആദ്യഘട്ടങ്ങളിലോ അല്ലെങ്കിൽ ജീവിതാവസാനം മുഴുവനായിട്ടോ നട്ടലിന്റെ സ്ഥാനത്ത് ദണ്ട് പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫൈലം കോഡേറ്റയ്ക്ക് ആ പേര് വരാൻ കാരണം ഈ നോട്ടോകോഡ് ഉള്ളതുകൊണ്ടാണ്. ഫൈലം കോഡേറ്റയെ 3 സബ് ഫൈലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. ഇനി യൂറോകോഡേറ്റ എടുക്കാം. അതിൽ ഈ നോട്ടോകോഡ് കാണുന്നത് ലാർവ അവസ്ഥയിൽ വാൽ ഭാഗത്ത് മാത്രമായിരിക്കും. ഇനി സെഫാലോകോഡേറ്റ അവിടെയാണെങ്കിലോ ജീവികളിൽ തല മുതൽ വാല് വരെ കാണപ്പെടുന്ന നോട്ടോകോഡ് ജീവിത അവസാനം വരെ നിലനിൽക്കും. വെർട്ടിബ്രേറ്റയിൽ എന്താണ്? നോട്ടോകോഡ് ഭ്രൂണാവസ്ഥയിൽ മാത്രം കാണപ്പെടുകയും വളരുമ്പോൾ അത് നട്ടലായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ ഓരോന്നിനും ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വെർട്ടിബ്രേറ്റ മനുഷ്യൻ അല്ലെ. ഇനി മത്സ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം അതിനെ? അത് യൂറോകോഡേറ്റയിൽ വരുന്നത് തവളയാണ്. അതായത് ലാർവ അവസ്ഥയിൽ വാൽ ഭാഗത്ത് മാത്രം കാണുന്നു എന്ന് പറഞ്ഞു, അത് തവളയാണ്. ഇനി അതുപോലെ തന്നെ സെഫാലോകോഡേറ്റ ആണെങ്കിൽ അത് ഏതിൽ വരും? മത്സ്യം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇവിടെ നമുക്കൊരു ബോക്സ് തന്നിരിക്കുകയാണ്. പ്രത്യേകത, ഫൈലം, ഉദാഹരണം. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അത് യൂസ് ചെയ്തിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്കാണ് തന്നിരിക്കുന്നത്. മുള്ളുകളുള്ള ശരീരത്തോട് കൂടിയ സമുദ്രജീവികൾ ഏത് ഫൈലത്തിനാണ് വരുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തു. മുള്ളുകളുള്ള ശരീരത്തോട് കൂടിയ സമുദ്രജീവികൾ ഏതാണ്? ഫൈലം എക്കിനോഡെർമേറ്റയാണ്. ഉദാഹരണം കടൽ ചേന, പിന്നെന്താണ്? മത്സ്യം അല്ലെ. കടൽ ചേനയും മുള്ളുകളുള്ള ശരീരത്തോട് കൂടിയ ജീവികൾ എന്ന് പറയുമ്പോൾ കടൽ ചേന, നക്ഷത്ര മത്സ്യം. ഫൈലം ഏതായിരുന്നു? ഈ ഫൈലം ഏതാ വരുന്നത് നിങ്ങൾ കണ്ടെത്തുക. ഫൈലം എക്കിനോഡെർമേറ്റ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് നിമറ്റോഡയെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ്? ഉരുണ്ട ശരീരമുള്ള വിരകളെ കുറിച്ച് പഠിച്ചു. ഉരുണ്ട വിര, കൃമി, കൊക്കപ്പുഴു ഒക്കെ വരുന്നത് ഫൈലം നിമറ്റോഡയിലാണ്. ഇനി ശരീരത്തിൽ ആകമാനം സൂക്ഷ്മ സുഷിരങ്ങളുള്ള ജീവികൾ ഏതാണ്? പോസ് ഉള്ളത് പോറിഫറയാണ്. എക്സാമ്പിൾ സ്പോഞ്ച്. ഇനി
നിഡോബ്ലാസ്റ്റോട് കൂടിയ ടെൻഡിക്കിളുള്ള ജലജീവികൾ അത് ഏതായിരുന്നു വരുന്നത്? നിഡേറിയ അല്ലെ, ഫൈലം നിഡേറിയ. അപ്പൊ ഹൈഡ്ര, ജെല്ലി ഫിഷ്, കടൽ പൂവൊക്കെയായിരുന്നു ഉദാഹരണം. ഇനി ഒച്ച് നീരാളിയൊക്കെ ഏതിലാ വരുന്നത്? മൃദു ശരീരമാണ്, ശരീരതാകമാനം കാൽസ്യം കാർബണേറ്റിന് ശരീര കവചം ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഫൈലം മൊളസ്ക. ഇനി അടുത്ത 2-3 കൂടി ഉണ്ട്, അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ച ആ ഒരു ഡേറ്റ യൂസ് ചെയ്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നോട്ടോകോഡുള്ള ജീവികളാണ് ഫൈലം കോഡേറ്റയിൽ ഉൾപ്പെടുന്നത്. ഇവയിൽ നട്ടലുള്ള ജീവികളെ വെർട്ടിബ്രേറ്റ എന്ന സബ് ഫൈലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ വെർട്ടിബ്രേറ്റ എന്ന സബ് ഫൈലത്തെ വീണ്ടും നമുക്ക് എന്തായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? സൂപ്പർ ക്ലാസ്സുകളായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. സൂപ്പർ ക്ലാസ്സുകളുമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ സൂപ്പർ ക്ലാസ് എന്ന് പറയുമ്പോൾ നോക്കാം നമുക്ക്. ഫൈലം കോഡേറ്റയുടെ സബ് ഫൈലമായിട്ടുള്ള വെർട്ടിബ്രേറ്റയിൽ ഉൾപ്പെടുന്ന ജന്തുക്കൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പൊ അവയുടെ സൂപ്പർ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ വരുന്നത് പിസസ് ആണ്. പിസസ് അല്ലെങ്കിൽ ചിറകുകൾ, ഫിൻസ് ഉള്ളവ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, കാലുകൾ ഉള്ളവ എന്ന് പറഞ്ഞിട്ട് സബ് ഫൈലം വെർട്ടിബ്രേറ്റയുടെ വർഗീകരണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കാമേ. അപ്പോൾ ഫിൻസ് ഉള്ളവ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? മത്സ്യങ്ങളെ ആയിരിക്കുമല്ലോ. നോക്കാം. അപ്പോൾ കോൺട്രിക്തിസ് തരുണാസ്ഥി മത്സ്യം, അതുപോലെ ഓസ്റ്റിക്തിസും കോൺട്രിക്തിസും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ കോൺട്രിക്തിസ് എന്ന് പറയുന്നത് തരുണാസ്ഥി മത്സ്യങ്ങൾ വരുന്നവയും, ഓസ്റ്റിയോ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലുകളുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ അസ്ഥിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അസ്ഥി മത്സ്യം എന്നും തരുണാസ്ഥി മത്സ്യം എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അസ്ഥി മത്സ്യങ്ങളുടെ പ്രത്യേകതകൾ നമുക്ക് തന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ്? ശരീരത്തിൽ ശൽക്കങ്ങൾ അല്ലെങ്കിൽ സ്കെയിൽസ് ഉണ്ടായിരിക്കും. ഹൃദയത്തിന് 2 അറകളായിരിക്കും. അതുപോലെ ആവാസം എന്ന് പറയുമ്പോൾ ജലജീവികളാണ്. ചലനോപാധി എന്ന് പറയുമ്പോൾ എന്താണ്? ഫിൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഫിൻസ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിന്റെ ശ്വസന അവയവം അല്ലെങ്കിൽ ശ്വസന അവയവം എന്ന് പറയുന്നത് ഏതാണ്? ശകുലങ്ങളാണ്, ഗിൽസ് ആണ്. ശകുലങ്ങളാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്? കോൺട്രിക്തസ് അല്ലെങ്കിൽ തരുണാസ്ഥി മത്സ്യം, പിന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? ഓസ്റ്റിക്തസ്. ഓക്കെ, അപ്പൊ എന്താണ്? സൂപ്പർ ക്ലാസ്സിൽ പെടുന്ന ചിറകുകളുള്ള ജീവികളെ വീണ്ടും ക്ലാസ്സുകളായി ഡിവൈഡ് ചെയ്തേക്കാണ് 2 ക്ലാസ്സുകളായിട്ട്. കോൺട്രിക്തസ് അല്ലെങ്കിൽ തരുണാസ്ഥി മത്സ്യം, ഓസ്റ്റിക്തസ് അല്ലെങ്കിൽ അസ്ഥി മത്സ്യം. ഇനി ഇവയുടെ കോമൺ ആയിട്ടുള്ള പ്രത്യേകതകൾ പറയുന്നത് ശരീരത്തിൽ ശൽക്കങ്ങൾ അല്ലെങ്കിൽ സ്കെയിൽസ് ഉണ്ടായിരിക്കും. ഹൃദയത്തിന് 2 അറകളായിരിക്കും. ആവാസം എന്ന് പറയുമ്പോൾ ജലജീവിയാണ്, ഇവ ജലത്തിലാണ് ജീവിക്കുന്നത്. ചലനോപാധി എന്ന് പറയുന്നത് എന്താണ്? അവയുടെ ഫിൻസ് ആണ്. ഓക്കെ, ഇനി ഫിൻസ് എന്ന് പറയുമ്പോൾ എന്താ? ചിറകുകളാണ്. ഓക്കെ, മീനിന്റെയൊക്കെ ഫിൻസ്. ഓക്കെ, മത്സ്യങ്ങളുടെ ഫിൻസ് ആണ്. ശ്വസന അവയവം എന്ന് പറയുമ്പോൾ ശകുലങ്ങളാണ്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയുന്ന ഏതാണ്? കോൺട്രിക്തസ് അല്ലെങ്കിൽ തരുണാസ്ഥി മത്സ്യത്തിൽ നമുക്ക് സ്രാവ് ഉദാഹരണം പറയാം. താഴെ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് പേര് തന്നിട്ടുണ്ട്, അതിൽ നമ്മൾ സെലക്ട് ചെയ്യാണ് വേണ്ടത്. ഇവിടെ ഓസ്റ്റിക്തസ് എന്ന് പറയുമ്പോൾ നമുക്ക് അയല, കരിമീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുത്താം. അയല, കരിമീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഓസ്റ്റിക്തസിലാണ് വരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? പിസസ് അല്ലെങ്കിൽ ചിറകുകൾ ഉള്ളവ, ഫിൻസ് ഉള്ളവ എന്നാണ് സൂപ്പർ ക്ലാസ്. ഈ ഫിൻസ് ഉൾപ്പെടുന്നവ എന്ന സൂപ്പർ ക്ലാസ്സിനെ വീണ്ടും 2ആയി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. കോൺട്രിക്തസ് അല്ലെങ്കിൽ തരുണാസ്ഥി മത്സ്യങ്ങളെന്നും ഓസ്റ്റിക്തസ് അല്ലെങ്കിൽ അസ്ഥി മത്സ്യങ്ങളെന്നും. ഇനി ഇവയുടെ കോമൺ ആയിട്ടുള്ള പ്രത്യേകതകളാണ് തന്നിരിക്കുന്നത്. ശരീരത്തിൽ സ്കെയിൽസ് ഉണ്ട്. ഹൃദയത്തിന് 2 അറകളാണ്. ആവാസം ജലജീവിയാണ്. ചലനോപാധി ഫിൻസ് യൂസ് ചെയ്തിട്ടാണ്. ശ്വസനാവയവം എന്ന് പറയുമ്പോൾ ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ് ആണ്. തരുണാസ്ഥി മത്സ്യത്തിന് ഉദാഹരണം സ്രാവ്, അതുപോലെ അസ്ഥി മത്സ്യത്തിന് ഉദാഹരണം അയല, കരിമീന്, രോഹു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ ടെട്രോപോഡ അല്ലെങ്കിൽ ലിംസ് ഉള്ളവയാണ് ടെട്രോപോഡ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടെട്രോപോഡ എന്ന സൂപ്പർ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ ക്ലാസ് ടെട്രോപോഡ എന്ന് പറയുമ്പോൾ ലിംസ് ഉള്ളതാണ്. 4 കാലുള്ള ജീവികൾ. ഇനി ഇവയെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ക്ലാസ്സുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര ക്ലാസ്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? 4 ക്ലാസ്സുകളായിട്ട്. ആംഫീബിയ, റെപ്റ്റിലിയ, അടുത്തത് ഏവ്സ്, പിന്നെ മമേലിയ. അപ്പൊ ടെട്രോപോഡ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിനെ വീണ്ടും 4 ക്ലാസ്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ടെട്രോപോഡ എന്ന് പറയുന്ന 4 കാലുള്ള ജന്തുക്കളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ലിംസ് ഉള്ളവയെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്ലാസ് നമുക്ക് നോക്കാം. ഇനി ആംഫീബിയെ കുറിച്ച് നോക്കാം. ആംഫീബിയ എന്നാൽ ഉഭയജീവികൾ എന്നാണ്. എന്താ ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ? കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിത ചക്രം പൂർത്തിയാക്കുന്ന ജീവികൾ, ആംഫീബിയൻസ്. ഓക്കെ, ഇനി ഈർപ്പവും വഴുവഴുപ്പുള്ളതുമായിട്ടുള്ള ത്വക്കാണ് അവയ്ക്ക് ഉള്ളത്. അവ മുട്ടയിടുന്നുണ്ട്.
അതുപോലെ തന്നെ ഹൃദയ അറകൾ എന്ന് പറയുമ്പോൾ 3 എണ്ണമാണ്. ഹൃദയ അറകൾ 3 എണ്ണമാണ്. ഇനി ഇവയുടെ ശ്വസന അവയവം എന്ന് പറഞ്ഞാൽ ഈർപ്പമുള്ള ത്വക്കാണ്, അല്ലെ? ഈർപ്പവും വഴുവഴുപ്പുമുള്ള ത്വക്ക് എന്ന് പറഞ്ഞാൽ ഈർപ്പമുള്ള ത്വക്കിൽ കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്? ശ്വസിക്കുന്നത്. അതായത് ഉദാഹരണം തവള, മരത്തവള, സാലമാൻഡർ. അപ്പോൾ ഈ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ടല്ലോ, ഈ ഒരു ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. തവള, മരത്തവള, അതുപോലെ തന്നെ സാലമാൻഡർ ഇതെല്ലാം എന്തിനു വരും? ആംഫീബിയ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് വരിക. ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി റെപ്റ്റിലിയ എന്ന് പറയുമ്പോൾ അതിൽ ഉരകങ്ങളാണ് വരുന്നത്. ഉരകങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ ഇഴജന്തുക്കളാണ്. അവയ്ക്ക് വരണ്ട ത്വക്കാണ്. ശരീരത്തിൽ ശൽക്കങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. വിരലുകളിൽ നഖങ്ങളും കാണപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ പാമ്പ് ഒരു ഉരകമാണെന്ന് നമുക്കറിയാം. പക്ഷെ പാമ്പിന് എന്തില്ല? വിരലുകളും നഖങ്ങളും ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. പിന്നെ ശ്വസനാവയവം, ഇവിടെ ശ്വസനാവയവം എന്താണ്? ലങ്സ് ആണ്, അല്ലെ? ലങ്സ് ആണ്. ഹൃദയങ്ങളുടെ അറ, എത്ര ഹൃദയ അറകളുണ്ട് റെപ്റ്റീലിയയ്ക്ക്? ചിലതിന് 3, ചിലതിന് 4 ഉണ്ട് കേട്ടോ. അതായത് 4 എന്ന് പറയുമ്പോൾ നമ്മുടെ മുതല, ചീങ്കണ്ണി അങ്ങനെയുള്ളതിനൊക്കെ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. പ്രജനന രീതി എന്ന് പറയുമ്പോൾ മുട്ടയിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിന് ഉദാഹരണം നമുക്ക് എന്തൊക്കെ പറയാം? ഇപ്പൊ നമ്മൾ മുതല, ചീങ്കണ്ണിയൊക്കെ പറഞ്ഞു. പല്ലി, ഓന്ത്, അണലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെപ്റ്റീലിയയിൽ വരുന്നതാണ്. ഇനി അടുത്തത് ഏവ്സ് എന്ന് പറയുമ്പോൾ അതിൽ പക്ഷികളാണ്. തൂവലുകളാൽ പൊതിഞ്ഞ ശരീരം, ചിറകുകളുണ്ട്, വിരലുകളും നഖങ്ങളും ഒക്കെ ഉണ്ട്. അവ മുട്ടയിടുകയാണ് ചെയ്യുക. പ്രജനന രീതി എന്ന് പറഞ്ഞാൽ മുട്ടയിടുകയാണ് ചെയ്യുന്നത്. ശ്വസനാവയവം ലങ്സ് ആണ്. ഹൃദയ അറകൾ 4 ഓക്കെ. ഇനി മമേലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്തനികളാണ്, അല്ലെ? സസ്തനികൾ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് മമേലിയയിൽ വരുന്നത്. രോമങ്ങളാൽ പൊതിഞ്ഞ ശരീരമാണ്. വിരലുകളിൽ നഖങ്ങളുണ്ട്. പ്രസവിച്ച് പാലൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്നു. ലങ്സിലൂടെയാണ് ശ്വസിക്കുന്നത്. അതുപോലെ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. അപ്പൊ ഈ കൂട്ടത്തിൽ നിന്ന് നമുക്ക് മമേലിയെ സെലക്ട് ചെയ്യാം, അല്ലെ? മമേലിയ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ ബോക്സിൽ എന്താണ് വരുന്നത്? പൂച്ചയുണ്ട്, അല്ലേ? പൂച്ചയുണ്ട്. പിന്നെ വരുന്നത് പശു, പിന്നെ ഡോൾഫിൻ, പൂച്ച, പശു, ഡോൾഫിൻ, ആന ഒക്കെ എന്തിൽ വരും? നമ്മുടെ മമേലിയ എന്ന ക്ലാസിഫിക്കേഷനിൽ വരും. മനുഷ്യര് എല്ലാം വരും. ഈ ഒരു മമേലിയ ക്ലാസിഫിക്കേഷനിൽ വരും. സസ്തനികൾ, രോമങ്ങളാൽ പൊതിഞ്ഞ ശരീരമാണ്. വിരലുകളിൽ നഖങ്ങളുണ്ട്. ലങ്സിലൂടെയാണ് ശ്വസിക്കുന്നത്. പിന്നെ അപ്പോൾ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു. 4 ഹൃദയ അറകൾ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ നോക്കി, മുതല, ചീങ്കണ്ണി എന്നിവയുടെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. 4 കേട്ടോ, 4. ഇനി സസ്യങ്ങളുടെ വർഗീകരണം. ഇത്രയും നേരം നമ്മൾ മൃഗങ്ങളുടെ അല്ലെങ്കിൽ കിങ്ഡം അനിമേലിയയുടെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കിങ്ഡം അനിമേലിയയിൽ വരുന്ന ഫൈലങ്ങൾ, പിന്നെ ഫൈലം കോഡേറ്റയുടെ സബ് ഡിവിഷൻസ്, അല്ലേ? അപ്പോൾ പിന്നെ അതിന്റെ സൂപ്പർ ക്ലാസ്സുകളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇനി സസ്യങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ നമുക്ക് പഠിക്കണം നോക്കാം. കിങ്ഡം പ്ലാന്റയുടെ ഡിവിഷൻസ്. അപ്പൊ ജന്തുക്കളെ വിവിധ വിഭാഗങ്ങളായി വർഗീകരിച്ചത് നമ്മൾ മനസ്സിലായി. ഇനി അതുപോലെ ശരീരഘടന, സംവഹന വ്യവസ്ഥ, വിത്ത് രൂപീകരണം. എന്തൊക്കെയാണ് ശരീരഘടന, സംവഹന വ്യവസ്ഥ, വിത്ത് രൂപീകരണം എന്നിവയിലെ സാമ്യ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കിങ്ഡം പ്ലാന്റയെ വിവിധ ഡിവിഷനുകളായിട്ട് വർഗീകരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. കിങ്ഡം പ്ലാന്റയുടെ സബ് ഡിവിഷൻസ് ഏതൊക്കെയാണ്? ഏറ്റവും ആദ്യം ആൽഗകളെ കുറിച്ച് നോക്കാം. ആൽഗകൾ എന്ന് പറയുമ്പോൾ മിക്കവയുടെയും ആവാസം ജലമാണ്. താലസ് എന്ന് വിശേഷിപ്പിക്കുന്ന ശരീരത്തിൽ ഉയർന്ന സസ്യങ്ങളുടേത് പോലെയുള്ള വേരോ ഇലയോ കാണ്ഡമോ കാണപ്പെടുന്നില്ല. ലൈംഗികവും അലൈംഗികവുമായ പ്രത്യുൽപാദന രീതികളാണ് കാണപ്പെടുന്നത്. സംവഹന കലകൾ ഇല്ല. അപ്പോൾ നമ്മുടെ ആൽഗയുടെ പ്രത്യേകത നോക്കി വെക്കുക. എന്താണ്? വേരോ കാണ്ഡമോ ഇലയോ സംവഹന കലകളോ ഇല്ലാത്ത താലസ് എന്ന ശരീരമുള്ള ലൈംഗിക അലൈംഗിക പ്രത്യുൽപാദന രീതികൾ കാണിക്കുന്ന ജലത്തിൽ വസിക്കുന്നവയായിട്ടുള്ളവയാണ് ആൽഗകൾ. വേരോ കാണ്ഡമോ ഇലകളോ സംവഹന കലകളോ ഒന്നുമില്ലാത്ത താലസ് എന്ന ശരീരമുള്ളവയാണ് ആൽഗകൾ. ലൈംഗിക അലൈംഗിക പ്രത്യുൽപാദന രീതികളാണ് ഇവയ്ക്ക് കാണപ്പെടുന്നത്. സംവഹന കലകളില്ല എന്ന പോയിന്റ് പ്രത്യേകം ഓർത്തു വെച്ചേക്കുക. ഇതിന് എക്സാമ്പിൾ ആണ് സ്പൈറോഗൈറയും സർഗാസവും ഒക്കെ. സ്പൈറോഗൈറ, സർഗാസം. ഇനി അടുത്തത് ബ്രയോഫൈറ്റയെ കുറിച്ച് നോക്കാം. ബ്രയോഫൈറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇമേജ് തന്നിരിക്കുന്നത് കണ്ടോ. ഇപ്പൊ കാലത്തൊക്കെ നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിച്ച് ഒരുപാട് കളിച്ചിട്ടുള്ളതാണ്, അല്ലേ? അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഇത് ബ്രയോഫൈറ്റയിൽ വരുന്നതാണ്. ബ്രയോഫൈറ്റയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഈർപ്പമുള്ള പ്രതലങ്ങളിലാണ് കാണപ്പെടുന്നത്. കൂടുതലായിട്ടും
ഈർപ്പമുള്ള പ്രതലങ്ങളിൽ കാണപ്പെടുന്നു. വേര്, കാണ്ഡം, ഇല എന്നിവ പോലുള്ള ഭാഗങ്ങൾ ഉണ്ട്. പ്രത്യുൽപാദനം ഗമീറ്ററുകളിലൂടെയും സ്പോറുകളിലൂടെയുമാണ്. ഗമീറ്ററുകളും സ്പോറുകളും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സംവഹന കലകൾ ഇല്ല. സംവഹന കലകൾ ഇല്ല. അപ്പൊ ബ്രയോഫൈറ്റയ്ക്കും എന്തില്ല? സംവഹന കലകൾ ഇല്ല. ബ്രയോഫൈറ്റയ്ക്കും ആൽഗകൾക്കും സംവഹന കലകൾ ഇല്ല. ഓർത്ത് വെച്ചേക്കണേ. എക്സാമ്പിൾ ആണ് റിക്സിയ, ഫ്യൂണേറിയ. റിക്സിയ, ഫ്യൂണേറിയ എന്നിവ ഇതിൽ വരും, ബ്രയോഫൈറ്റയിൽ വരുന്നതാണ്. ഇനി അടുത്തത് ടെറിഡോഫൈറ്റ. ടെറിഡോഫൈറ്റയുടെ ഇമേജ് കണ്ടോ? ഈ സാധനമൊക്കെ കണ്ട് പരിചയമുള്ളതല്ലേ? ഇതൊക്കെ ഈ ഒരു സാധനമൊക്കെ നമ്മൾ കണ്ട് പരിചയമുള്ളതാണ്. പ്രധാനമായിട്ടും കരസസ്യങ്ങളാണ്. വേര്, കാണ്ഡം, ഇല എന്നിവ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യുൽപാദനം പ്രധാനമായിട്ടും സ്പോറുകളിലൂടെയാണ്. ലളിത ഘടനയുള്ള സംവഹന കലകളാണ് ഇവിടെ കാണപ്പെടുന്നത്. ഓൾറെഡി പറഞ്ഞു, ആൽഗയിലും ബ്രയോഫൈറ്റയിലും സംവഹന കലകളില്ല. എന്നാൽ ടെറിഡോഫൈറ്റയിലേക്ക് വരുമ്പോൾ ലളിത ഘടനയിലുള്ള സംവഹന കലകളാണ് കാണപ്പെടുന്നത്. വേര്, കാണ്ഡം എന്നിവ ഇല്ല. പിന്നെ സ്പോറുകളിലൂടെയാണ് പ്രത്യുൽപാദനം. പ്രധാനമായിട്ടും കരസസ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. എക്സാമ്പിൾ ആണ് ലൈക്കോപോറിഡം, അതുപോലെ ലൈക്കോപോഡിയം, ടെറിസ്. ലൈക്കോപോഡിയവും ടെറിസും ഒക്കെയാണ് ഇവിടെ ഉദാഹരണമായിട്ട് വരുന്നത്. ഏതില്? ടെറിഡോഫൈറ്റ. ഇനി അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജിംനോസ്പോമുകളെ കുറിച്ചാണ്. ജിംനോസ്പോംസ് എന്ന് പറയുമ്പോൾ കോണുകൾ എന്നറിയപ്പെടുന്ന പ്രത്യുൽപാദന ഭാഗങ്ങളാണ് കാണപ്പെടുന്നത്. കോണുകൾ എന്നറിയപ്പെടുന്ന പ്രത്യുൽപാദന ഭാഗങ്ങൾ കാണപ്പെടുന്നു. നമ്മുടെ സൈക്കസ് പ്ലാന്റ്, പൈൻ പ്ലാന്റ് അതിലൊക്കെ കാണപ്പെടുന്നതാണ്. പൈൻ ട്രീസിലൊക്കെ കോണുകൾ എന്നറിയപ്പെടുന്ന പ്രത്യുൽപാദന ഭാഗങ്ങൾ. അതുപോലെ വിത്തുകൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും അവയെ പൊതിഞ്ഞ ഫലങ്ങളില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. സങ്കീർണമായിട്ടുള്ള സംവഹന കലകൾ കാണപ്പെടുന്നുണ്ടെങ്കിലും സൈലം വെസലുകൾ കാണപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് ജിംനോസ്പോംസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. സൈലം വെസലുകൾ ഒഴികെയുള്ള സങ്കീർണമായിട്ടുള്ള സംവഹന കലകളുള്ളവയാണ്. കോണുകൾ എന്ന പ്രത്യുൽപാദന ഭാഗങ്ങളുണ്ട്, വിത്തുകളും ഉണ്ട്. അവയെ പൊതിഞ്ഞ് എന്തില്ല? ഫലം ഇല്ല. എക്സാമ്പിൾ ആണ് സൈക്കസ്, പൈൻ എന്നിവ. ഇനി ലാസ്റ്റ് ഡിവിഷനിലേക്ക് വരുമ്പോൾ ആൻജിയോസ്പോംസ് എന്ന് പറയുമ്പോൾ പൂക്കളിലാണ് പ്രത്യുൽപാദന കേന്ദ്രങ്ങൾ ഉള്ളത്. വിത്തുകളെ പൊതിഞ്ഞ ഫലങ്ങൾ കാണപ്പെടുന്നു. സങ്കീർണമായിട്ടുള്ള സംവഹന കലകൾ കാണപ്പെടുന്നുണ്ട്. സൈലം വെസലുകളും ട്രക്കീഡുകളും ഉണ്ട്. ഓർത്തു വെക്കുക, സൈലം വെസലുകളും ട്രക്കീഡുകളുമുള്ള സങ്കീർണ സംവഹന കലകളാണ് ആർക്കുള്ളത്? ആൻജിയോസ്പോംസിനുള്ളത്. പൂക്കളിലാണ് പ്രത്യുൽപാദന ഭാഗങ്ങൾ ഉള്ളത്. വിത്തുകളെ പൊതിഞ്ഞ ഫലങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഉദാഹരണമാണ് മാവ്, തെങ്ങ്, ചെമ്പരത്തി എന്നിവയെല്ലാം. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം ഇവിടെ എന്താണ്? സംവഹന കലകൾ ഇല്ലാത്ത ഡിവിഷൻസ് ആണ് ആൽഗയും ബ്രയോഫൈറ്റയും. ടെറിഡോഫൈറ്റയിലേക്ക് വരുമ്പോൾ എന്താണ്? ലളിത ഘടനയുള്ള സംവഹന കലകളാണുള്ളത്. ഗമീറ്ററുകളും സ്പോറുകളിലൂടെയുമാണ് ഇവിടെ നടക്കുന്ന പ്രത്യുൽപാദനം. ബ്രയോഫൈറ്റയിൽ പ്രത്യുൽപാദനം നടക്കുന്നത്. ക്ലിയർ ആയോ? ഇനി ജിംനോസ്പോംസ് എന്ന് പറയുമ്പോൾ കോണുകൾ വരുന്നത്, അതായത് പൈന്, അതുപോലെ സൈക്കസ് പ്ലാന്റുകളൊക്കെ സങ്കീർണ സംവഹന കലകൾ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു കോണുകൾ കാണപ്പെടുന്ന ജിംനോസ്പോംസിൽ എന്തില്ല? സൈലം വെസലുകൾ ഇല്ല. ഇനി സൈലം വെസലുകളും ട്രക്കീഡുകളും കാണപ്പെടുന്നത് എവിടെയാണ്? ആൻജിയോസ്പോംസിലാണ്. ആൻജിയോസ്പോംസിൽ പൂക്കളാണ് പ്രത്യുൽപാദന ഭാഗങ്ങൾ. സങ്കീർണ സംവഹന കലകളെല്ലാം കാണപ്പെടുന്നത് ആൻജിയോസ്പോംസിലാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു ടേബിള്, വർഗീകരണത്തിലെ വ്യത്യാസം. ആദ്യകാലങ്ങളിൽ കിങ്ഡം പ്ലാന്റയെ താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പോംസ്, ആൻജിയോസ്പോംസ് എന്നിങ്ങനെ 5 ഡിവിഷനുകളിലായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. താലോഫൈറ്റുകളിൽ ആൽഗകളും ഫംഗസുകളും ഉൾപ്പെട്ടിരുന്നു. താലോഫൈറ്റിലായിരുന്നു ആൽഗകളും ഫംഗസുകളും ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് വന്ന വർഗീകരണ രീതികളിൽ ഫംഗസുകളെ അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. ഈ ഫംഗസുകൾക്ക് മാത്രമായി പ്രത്യേകം ഒരു കിങ്ഡം കൊണ്ടുവന്നു. അപ്പൊ പുതിയ വർഗീകരണ രീതികളിൽ പലതിലും ചില ആൽഗകളെ കിങ്ഡം പ്രോട്ടിസ്റ്റയിലും ഉൾപ്പെടുത്തി കാണാറുണ്ട്. സസ്യങ്ങളുമായി ധാരാളം സവിശേഷതകൾ പങ്കിടുന്ന ആൽഗകളെ കിങ്ഡം പ്ലാന്റയിൽ തന്നെ ഉൾപ്പെടുത്തിയും വർഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് സസ്യങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഓരോ തലത്തിലും ഉൾപ്പെടുന്ന കൂടുതൽ സസ്യങ്ങളെ കണ്ടെത്തി പട്ടിക തയ്യാറാക്കാനൊക്കെ കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ്. ഇനി അതുപോലെ ഹെർബേറിയം കണ്ട, ഒരു ഹെർബേറിയത്തിന്റെ ഇമേജ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഹെർബേറിയം ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗത്തോട്ടാണ് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് പേരിനുള്ളിലെ പെരുമ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് വന്നിട്ടുണ്ട്. പേരിനുള്ളിലെ പെരുമ. ജീവികളുടെ ശാസ്ത്രീയ നാമങ്ങളിലും ചില കൗതുക കാഴ്ചകളൊക്കെ കാണാം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കിക്കോളൂ. നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ ഒരു പുതിയ ഇനം വണ്ട്. നമുക്ക് ഈ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ.
സാന്ദ്രാകോട്ടസ് വിജയകുമാരി. സാന്ദ്രാകോട്ടസ് വിജയകുമാരി ഏത് വിഭാഗത്തിൽ പെടുന്ന ജീവിയാണ്? PSC ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ സാന്ദ്രാകോട്ടസ് വിജയകുമാരി എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ പുതിയ ഇനം വണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ലിറ്റ്സിയ വാഗമോണിക്ക. ലിറ്റ്സിയ വാഗമോണിക്ക എന്ന് പറയുന്നത് വാഗമണിൽ കണ്ടെത്തിയിട്ടുള്ള കുറ്റിപ്പാണൽ വിഭാഗത്തിലുള്ള ഒരു സസ്യമാണ്. കുറ്റിപ്പാണൽ വിഭാഗത്തിലുള്ള ഒരു സസ്യമാണ് ലിറ്റ്സിയ വാഗമോണിക്ക. ഇനി അടുത്തത് ബ്രൂസത്തോവ ഇസ്രോ. ബ്രൂസത്തോവ ഇസ്രോ എന്താണ്? കൊല്ലം കടൽ തീരത്ത് മത്സ്യങ്ങളിൽ കണ്ടെത്തിയ ഒരിനം പരാത ജീവിയാണ്. ബ്രൂസത്തോവ ഇസ്രോ എന്ന് പറയുന്നത് മത്സ്യങ്ങളിൽ കണ്ടെത്തിയ ഒരു പരാത ജീവിയാണ്. കൊല്ലം കടൽ തീരത്ത് മത്സ്യങ്ങളിൽ കണ്ടെത്തിയ ഒരിനം പരാത ജീവിയാണ് ബ്രൂസത്തോവ ഇസ്രോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ജീവികളെ പുതുതായി കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവയെല്ലാം വർഗീകരിക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരു പുതിയ ജീവിയെ കണ്ടെത്തിയാൽ എങ്ങനെയാണെന്നാണ് ഒരു ജീവിയുടെ സവിശേഷതകൾ പരിശോധിച്ച് അറിയപ്പെടുന്ന മറ്റ് സ്പീഷീസുകളുമായിട്ട് താരതമ്യം ചെയ്താണ് അതിനെ തരംതിരിക്കുന്നത്. ഇതില് ബാഹ്യപ്രകൃതി, ശരീരഘടനയിലെ സവിശേഷതകൾ, ജൈവ കണികകൾ എന്നിവ ഉൾപ്പെടും. ജീവിയുടെ DNA മറ്റ് സ്പീഷീസുകളിൽ നിന്നുള്ള DNAയുമായി താരതമ്യപ്പെടുത്തിയുള്ള വിശകലനവും നിർണായകമാണ്. ഗണ്യമായ ജനിതക വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ ജീവി ഒരു പുതിയ സ്പീഷീസിൽ പെട്ടതാണ് എന്ന് ഉറപ്പിക്കാം. ഈ കണ്ടെത്തൽ അന്തർദേശീയ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ശാസ്ത്ര സമൂഹത്തിനും പൊതുജനങ്ങൾക്കും ലഭ്യമാവുകയും ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഒരു പുതിയ ജീവിയെ കണ്ടെത്തുമ്പോൾ അതിനെ ഓരോ സ്പീഷീസിൽ ഉൾപ്പെടുത്തുന്നുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ വർഗീകരണത്തിൽ ഒന്നും ആരെ കണ്ടില്ല? വൈറസുകളെ കണ്ടില്ല, അല്ലെ? വൈറസുകളോടെ പോയി അവ എവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം നമുക്ക്. ഇവിടെ വൈറസിന്റെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. വൈറസിന്റെ ഇമേജിൽ ഒരു ജനിതക വസ്തുവും ഒരു ക്യാപ്സിഡുമാണ് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ, അല്ലെ? അപ്പോൾ കോശദ്രവ്യം, കോശാംഗങ്ങൾ, മർമ്മം എന്നിവയൊന്നുമില്ലാത്ത സൂക്ഷ്മഘടനയാണ് വൈറസുകൾക്ക് ഉള്ളത്. ക്ലിയർ ആയോ? വൈറസുകൾക്ക് എന്തില്ല? കോശദ്രവ്യം, ന്യൂക്ലിയസ്, മറ്റു കോശാംഗങ്ങൾ ഒന്നുമില്ല. പകരം നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു? ഈ ഇമേജിൽ തന്നിരിക്കുന്നത് ക്യാപ്സിഡും ജനിതക വസ്തുവുമാണ്. ഈ ക്യാപ്സിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാഹ്യ പ്രോട്ടീൻ കവചമാണ്. ഒരു പ്രോട്ടീൻ കവചമാണ് ഈ ക്യാപ്സിഡ്. ഒരു പ്രോട്ടീൻ കവചവും അതിനുള്ളിൽ എന്തുണ്ട്? ഒരു ജനിതക വസ്തുവും മാത്രമുള്ളതാണ് വൈറസിന്റെ ഘടന. അപ്പൊ ക്യാപ്സിഡ് എന്ന് വിളിക്കുന്ന ഒരു ബാഹ്യ പ്രോട്ടീൻ കവചത്തിനുള്ളിൽ ജനിതക വസ്തു എന്ന് പറയുമ്പോൾ DNA അല്ലെങ്കിൽ RNA കാണപ്പെടുന്നു. ഇതാണ് വൈറസിന്റെ ഒരു ഘടന. സസ്യങ്ങളിലും ജന്തുക്കളിലും ബാക്ടീരിയകളിലും ആർക്കിയകളിലും അടക്കമുള്ള വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ ഇത് ബാധിക്കുന്നു. ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, വൈറസുകളും വർഗീകരണവും. 6 കിങ്ഡം വർഗീകരണത്തിൽ എവിടെയും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവയാണ് വൈറസുകൾ. എന്നാൽ അവയുടെ ഘടന, വിഘടന രീതികൾ, ജീനുകൾ എന്നിവ പരിഗണിച്ചുകൊണ്ട് വൈറോളജിസ്റ്റുകളും ടാക്സോണമിസ്റ്റുകളും വൈറസുകളെ തരംതിരിച്ച് അവയ്ക്കായി മാത്രമുള്ള ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിവയായി തരംതിരിച്ചിട്ടുണ്ട്. വൈറസുകളുടെ ഇത്തരം വർഗീകരണം അവയുടെ സ്വഭാവം, പരിണാമം, വികാസം തുടങ്ങിയവ പഠനവിധേയമാക്കുവാനും വൈറസ് രോഗങ്ങളെ തുരത്താനുമുള്ള മാർഗങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടും ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. ഇനി ഈ ഭാഗത്ത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. പ്രത്യുൽപാദനം നടത്തുവാനും പരിസ്ഥിതിയോട് പ്രതികരിക്കുവാനും വളരാനും ഉപാപചയ പ്രക്രിയകൾ നടത്താനുമുള്ള കഴിവുള്ളവയെയാണ് വർഗീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അവിടെ എന്ത് വരാത്തത്? വൈറസ് വരാത്തത്. വൈറസുകളെ വർഗീകരണം നടത്താൻ കഴിയാത്തതിനുള്ള കാരണം എന്താണെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, വൈറസുകൾക്ക് എന്തില്ല? വൈറസുകൾക്ക് കോശദ്രവ്യം, ന്യൂക്ലിയസ്, മറ്റു കോശാംഗങ്ങളൊന്നുമില്ല. ക്യാപ്സിഡ് എന്ന് വിളിക്കുന്ന ഒരു ബാഹ്യ പ്രോട്ടീൻ കവചവും അതിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA എന്ന ജനിതക വസ്തുവാണ് കാണപ്പെടുന്നത്. ആതിഥേയ കോശങ്ങളിൽ വെച്ച് മാത്രമാണ് ഇവയ്ക്ക് എന്ത് പറ്റുള്ളൂ? ഇവയ്ക്ക് ജീവലക്ഷണം കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആതിഥേയ കോശങ്ങളിൽ വെച്ച് മാത്രമാണ് ഇവ പെരുകുന്നത്. ഓക്കെ, ഇനി ജീവകോശത്തിന് പുറത്ത് വൈറസ് എങ്ങനെയായിരിക്കും? എപ്പോഴും നിർജീവ അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വൈറസുകളെ ഒരു വർഗീകരണ തലത്തിലും ഇതുവരെയും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ വൈറസുകൾക്ക് ഒരു ആതിഥേയ കോശമില്ലാതെ, അതിന്റെ സഹായമില്ലാതെ പെരുകാനാവില്ല. ഏതെങ്കിലും ജീവകോശത്തിന് പുറത്ത് ഇവ നിർജീവമാണ്. ഇത്തരത്തിലുള്ള സവിശേഷതകൾ ഉള്ളത് കൊണ്ട് നിലവിലുള്ള 6 കിങ്ഡം വർഗീകരണത്തിൽ ഒരു വിഭാഗത്തിലും വൈറസുകളെ ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ?
ഓക്കെ, അപ്പോൾ വർഗീകരണ തലത്തിൽ വൈറസുകളെ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. വൈറസുകളുടെ ഘടനയും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ക്യാപ്സിഡും അതുപോലെ ജനിതക വസ്തുവുമാണ് ഉള്ളത്. എന്താണ് ക്യാപ്സിഡ് എന്ന് പറയുന്നത്? ഒരു ബാഹ്യ പ്രോട്ടീൻ കവചമാണ്. അതിനുള്ളിൽ ജനിതക വസ്തുവായിട്ടുള്ള DNA അല്ലെങ്കിൽ RNA ആയിരിക്കും വൈറസിന് കാണപ്പെടുന്നത്. വൈറസുകൾ എന്ന് പറയുമ്പോൾ അത് ഒരു കോശത്തിന് പുറത്ത് നിർജീവ അവസ്ഥയിലായിരിക്കും കാണപ്പെടുക. ഒരു കോശത്തിനുള്ളിലേക്ക് എൻ്റർ ചെയ്താൽ മാത്രമേ അവയ്ക്ക് അവിടെ വളരാനും പെരുകാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തോട്ട് വരാം. പരിണാമ വൃക്ഷം അല്ലെങ്കിൽ എവല്യൂഷണറി ട്രീസ്. അപ്പോൾ എന്താണ് ഈ പരിണാമ വൃക്ഷം എന്ന് ആദ്യമേ പറയാം. വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള പരിണാമ ബന്ധത്തെ ഒരു വൃക്ഷത്തിലെ ശാഖകളായി ചിത്രീകരിക്കുന്നതിനെയാണ് പരിണാമ വൃക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, അത് വർഗീകരണം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള പരിണാമ ബന്ധത്തെ ഒരു വൃക്ഷത്തിലെ ശാഖകളായി ചിത്രീകരിക്കുന്നതിനെയാണ് പരിണാമ വൃക്ഷം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പരിണാമ വൃക്ഷം യൂസ് ചെയ്തിട്ട് വർഗീകരണം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൂടുതൽ കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് വർഗീകരണ പഠനങ്ങളിൽ പരിണാമ വൃക്ഷം നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കുക. ഇനി പരിണാമ വൃക്ഷം ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടോ എങ്ങനെയാണെന്ന്? ലങ് ഫിഷ്, പല്ലി, നായ, മനുഷ്യൻ എന്നീ ജീവികളിലെ 4 സവിശേഷതകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബോക്സ് ആണ് തന്നിരിക്കുന്നത്. നോക്കിക്കോ, ജീവികളും സവിശേഷതകളും. അപ്പൊ ജീവികൾ ലങ് ഫിഷ്, പല്ലി, നായ, മനുഷ്യർ. അവരുടെ സവിശേഷതകൾ തലയോട്, മുൻകാല്, രോമങ്ങൾ, മുലയൂട്ടൽ. ഉണ്ട് ഇല്ല എന്ന രീതിയിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതേ അതിനെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടേബിളിന്റെ അടിസ്ഥാനത്തിൽ അവയെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു ചിത്രീകരണത്തിനെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു ചിത്രീകരണത്തിനെയാണ് നമുക്ക് പരിണാമ വൃക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, പരിണാമ വൃക്ഷം ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചു തന്നിരിക്കുന്നത്. തലയോടുള്ളവ കണ്ടോ, തലയോടുള്ളവ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മുൻകാലുകളുള്ളവ, രോമങ്ങളുള്ളവ, പാലൂട്ടുന്നവ എന്ന രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതാണ് എന്ത്? പരിണാമ വൃക്ഷം. വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള പരിണാമ ബന്ധത്തെ ഒരു വൃക്ഷത്തിലെ ശാഖയായി ചിത്രീകരിക്കുന്നതിനെയാണ് പരിണാമ വൃക്ഷം എന്ന് പറയുന്നത്. ഇത് വർഗീകരണം കൂടുതലായി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പൊ തലയോട്, മുൻകാലുകൾ, രോമങ്ങൾ, മുലയൂട്ടുന്നവ എന്നിവയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു വർഗീകരണം ആണ് തന്നിരിക്കുന്നത്. പരിണാമ വൃക്ഷമാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്തത് DNA ബാർകോഡിംഗ് ആണ്. DNA ബാർകോഡിംഗ് ഇമേജ് ഒന്ന് നോക്കുക. DNA പ്രത്യേക തന്മാത്രാ ശ്രേണികൾ അല്ലെങ്കിൽ കോഡുകൾ താരതമ്യപ്പെടുത്തി ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ബാർകോഡിംഗ്. ഓക്കെ, DNA ബാർകോഡിംഗ് എന്താണ്, അല്ലെങ്കിൽ ജീവികളെ വർഗീകരിക്കാൻ അത് എങ്ങനെയാണ് സഹായകമാകുന്നത് എന്നാണ് പറയുന്നത്. DNA പ്രത്യേക തന്മാത്രാ ശ്രേണികൾ അല്ലെങ്കിൽ കോഡുകൾ താരതമ്യപ്പെടുത്തിയിട്ട് ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ബാർകോഡിംഗ്. ആധുനിക ജീവശാസ്ത്ര ഗവേഷണങ്ങളിൽ സ്പീഷീസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏറ്റവും ശാസ്ത്രീയ സാങ്കേതിക വിദ്യയാണത്. സ്പീഷീസുകളെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന ശാസ്ത്രീയ സാങ്കേതിക വിദ്യയാണ് DNA ബാർകോഡിംഗ്. പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി തന്മാത്രാ തലത്തിൽ സ്പീഷീസുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് DNA ബാർകോഡിംഗ് സഹായിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ലാബോറട്ടറികളിലും ഗവേഷകരും DNA ബാർകോഡുകൾ തയ്യാറാക്കി ഗവേഷണങ്ങൾക്കായി പങ്കുവയ്ക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? DNA ബാർകോഡിംഗ് എന്ന് പറയുമ്പോൾ ജീവികളെ വർഗീകരിക്കാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയാണ് DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത്. DNAയിലെ പ്രത്യേക തന്മാത്രാ ശ്രേണികൾ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. തന്മാത്രാ തലത്തിൽ സ്പീഷീസുകളെ തിരിച്ചറിയാൻ DNA ബാർകോഡിംഗ് സഹായകമാകുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വർഗീകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂ SCERT 9th സ്റ്റാൻഡേർഡിലെ ഈ വർഗീകരണം എന്ന പേരിൽ തന്നെയുള്ള ഈ ഒരു ചാപ്റ്റർ നല്ലൊരു ചാപ്റ്ററാണ് അല്ലെ. ഒരുപാട് ചോദ്യ സാധ്യതകളുള്ള ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയി തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ.
ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ? ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടിയൊക്കെ ഒന്ന് എത്തിക്കുക. അതായത് ഓൺലൈൻ ക്ലാസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവര്, ഓഫ്ലൈൻ ക്ലാസ്സിന് പോകാൻ വീട്ടിൽ നിന്ന് സാഹചര്യമില്ലാത്തവര്, വർക്കിംഗ് ആയിട്ടുള്ളവര്, അവർക്കൊക്കെ പഠിക്കണ്ടേ? അപ്പൊ അവരിലേക്കൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് എത്തിക്കുക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. അവിടെ റിവിഷൻ പ്ലാൻ, ഒരു പ്ലാനോട് കൂടിയിട്ടുള്ള വീക്കിലി റിവിഷൻസ്, വീക്കിലി എക്സാംസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ടെലഗ്രാമിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. താങ്ക്